കൂട്ടുകാരും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 13 2024. അപ്പോൾ ഞാൻ ഇന്ന് പതുപോലെ റൂട്ടിന് പോവാണ്. പിന്നെ മാക്സിമം എല്ലാ ദിവസവും ഡെയിലി ബ്ലോഗ് ഉണ്ടാവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ജോലിക്ക് പോട്ടെ. വഴിയെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്നൊക്കെ മുന്നേ പോയ വീഡിയോസിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇനിയുള്ള, അതായത് എൻ്റെ ഡെയിലി ലൈഫിലുള്ള വീഡിയോസിനകത്ത് വരുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിലെ സ്പെയർ ആക്സസറീസൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ജോലി. അതാണ്. അപ്പോൾ നിങ്ങളൊക്കെ മൊബൈൽ ഷോപ്പിൽ മൊബൈൽ നന്നാക്കാനെ കൊണ്ട് കൊടുക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ മൊബൈലിൻ്റെ ഡിസ്പ്ലേ മറ്റൊക്കെ നന്നാക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർ പറയും ഈ സാധനം നമ്മൾ കമ്പനിയിൽ ഓർഡർ ചെയ്തേക്കാണ്, അതിൻ്റെ ആളിപ്പോൾ വരും, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ സാധനങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ടീമാണ് ഞാൻ. എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് ഈ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറഞ്ഞാൽ നമുക്ക് നേരെ എൻ്റെ ജോലിയിലേക്ക് പോകും. എന്താണ് എൻ്റെ ദിവസം എന്ന് പറയേണ്ടത്? വിളിച്ചാൽ ഇപ്പോൾ സമയം 10 മണിയായി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തെത്തി. ഇന്നിപ്പോൾ വന്നത് ഞാൻ സ്ഥിരം വരുന്ന വഴിയിൽ നിന്ന് മാറ്റിയിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഇന്ന് സ്ഥിരം വരുന്ന പാലോട് മളത്ര ആ റൂട്ടിലാണ്. ഞാൻ നെടുമങ്ങാട് ആ ഒരു വഴി കൂടെയാണ് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നത് ഇവിടെ നേരെ കിളിമാനൂർ വന്നിരുന്നു. വൈഫിൻ്റെ വീട് പള്ളിക്കലാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ കിളിമാനൂർ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സെറ്റ് എടുക്കാണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞു. ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ തന്നു വിടാറുണ്ട് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാൻ. ചിലർ അവർ നമ്മളെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലെ സ്പെയർ കൊണ്ടുവരുന്ന ആളിൽ നിന്ന് എടുത്തിട്ട് ചിലപ്പോൾ സ്യൂട്ടായില്ലെങ്കിൽ അവർ ഇതുപോലെ തന്നു വിടും. പിന്നെ ഞാൻ ഒന്നെങ്കിൽ പാലോട് വഴി, അല്ലെങ്കിൽ വരുന്ന പിന്നെ ആറ്റിങ്ങ വഴിയാണ്. അപ്പോൾ ഈ ആറ്റിങ്ങ വഴി വന്നു കഴിഞ്ഞാൽ എനിക്ക് സിറ്റിയിലേക്ക് 1 മണിക്കൂർ, പാലോട് വഴി വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ. പിന്നെ ഇന്നിപ്പോൾ വന്നത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വഴിയിൽ. വലിയ തിരക്കൊന്നും കണ്ടില്ല. എന്തായാലും ആ ഒരു വഴിയിൽ എനിക്ക് 1 മണിക്കൂർ തന്നെ കഷ്ടിച്ച് എടുത്തുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എത്തി, എൻ്റെ വണ്ടി കൊണ്ടുവച്ചു. ഇത് ഞാൻ സ്പെയർ എടുക്കുന്നൊരു കടയാണ്. ഇതിൻ്റെ മേളിൽ ERD എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് മെയിനായിട്ട് ആക്സസറീസ് എടുക്കുന്നത്. പിന്നെ ഇതിനപ്പുറത്ത് തന്നെ വേറൊരു ബായിൻ്റെ ഷോപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ സ്പെയർ എടുക്കുന്നത്. ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ ഷോപ്പുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, നമ്പറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ച് ഇന്നത്തെ ഓർഡർ ചോദിക്കുക, ഓർഡർ എടുക്കുക, പിന്നെ അത് പാക്ക് ചെയ്യുക, ബില്ല് ചെയ്യുക. ശേഷം ഇത് ഇതേപോലെ തീർത്ത് കയറ്റിക്കൊണ്ട് ഓരോ കടകളും കൊണ്ട് കൊടുക്കട്ടോ. ഇതാണ്ട എൻ്റെ പരിപാടി. അപ്പം ഞാൻ പോയി ഓർഡറൊക്കെ എടുത്ത് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കാണാം. ഇപ്പോൾ സമയം 12:45. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി പോകണം. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ സ്പെയർ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സ്പെയർ എടുക്കണം. അങ്ങനെ 2-3 കടയിൽ നിന്നാണ് നമ്മൾ സ്പെയർ എടുക്കണം. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് എല്ലാം ഷടപടി നമ്മൾ എല്ലാം പെട്ടെന്ന് അവിടെ നമ്മൾ ആക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തി ഫുഡും കഴിക്കണം. ഫുഡ് കഴിക്കാനിരിക്കും കേട്ടോ. ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ചില കടക്കാരിങ്ങനെ വിളിക്കും, അവരുടെ ഓർഡർ ചോദിക്കാനും പിന്നെ അവർക്ക് സാധനങ്ങൾ എടുത്തോന്ന് അറിയാനും പിന്നെ പുതിയ എന്തെങ്കിലും കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ തരാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ചപ്പോഴേക്കും ഒരു കടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ആ ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ട് ഫുഡും കഴിച്ചതിന് ശേഷം എല്ലാം പാക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. റിയൽമി ഫേവർ ബോക്സ് എടുത്തോ. 5 അത് ESD എടുക്കണ്ട. ഇതെടുത്തായി, GTL എടുത്തായി. GTL കസ്റ്റമർ GTL മാത്രമേ എടുക്കുള്ളൂ. മച്ചാമാരെ ഇപ്പോൾ സമയം 3 മണിയാവാനായിട്ടാണ്. 2:45. അങ്ങനെ ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങിയത് കണ്ടോ. ഈ ബാഗിനകത്ത് നിറയെ ഈ കടകൾക്ക് കൊടുക്കാനുള്ള ഓർഡറുകളാണ്. അതിനകത്ത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഐറ്റംസ് ഉണ്ട്, പിന്നെ അതിൻ്റെ പൗച്ചുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഓർഡറുകളാണ് നമ്മൾ ബാഗിനകത്തിരിക്കുന്നത്. പിന്നെ സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വിശേഷങ്ങളൊന്നും ഞാൻ പങ്കുവച്ചിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഡെയിലി വ്ളോഗാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ ഞാൻ പങ്കെടുപ്പിക്കാം, അതുകൊണ്ട് ഉൾപ്പെടുപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബില്ല് എഴുതി, പിന്നെ കണക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വരുന്ന വഴി കുറച്ച് ഷോപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആര്യനായിട്ട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പറണ്ടോട് എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് വിതിര, പിന്നെ നേരെ ഇവിടെ കിളിമാനൂർ വഴിയാണ് പോകുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം 4 ഡിസ്പ്ലേ ആണ് എനിക്കിന്ന് ഓർഡർ കിട്ടിയിരുന്നത്. വലിയ ഓർഡറൊന്നും ഇല്ല ഇന്നത്തെ ദിവസം, വലിയ സെയിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് അവസ്ഥ. നല്ല കാർമേഘമുണ്ട്. മിക്കവാറും നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മെസ്സേജൊക്കെ ഇങ്ങനെ വന്നായിരുന്നു, ഇതുപോലുള്ള മഴയൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്കിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ചില മെസ്സേജൊക്കെ വരുന്നുണ്ടല്ലോ, മഴ 3 മണിക്കൂറിനകത്ത് പെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്ന് പോയിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. മാക്സിമം മഴ നനയാതെ കാര്യങ്ങളൊക്കെ ഒന്ന് സക്സസ്ഫുള്ളി എല്ലായിടത്തും കൊണ്ട് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് വിട്ട് പോയാൽ കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഞാൻ ഇന്നത്തെ ദിവസം ടോട്ടലി 500 രൂപയ്ക്കാണ് എണ്ണ അടിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 250, പിന്നെ ഇപ്പോൾ വന്ന വഴിക്ക് 250. കറക്റ്റ് 3 മണിയല്ല, 3:05 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റ് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടത് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുമെന്നാണ് ഇനി ഒരു 5 ദിവസത്തേക്ക്. ആ 5 ദിവസങ്ങൾ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് കണ്ടറിയണം കേട്ടോ. നല്ല മഴയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഓർഡർ കൊടുക്കാൻ ഒരുപാട് ലേറ്റാവും. അത് ഇപ്പം ഈ ഒരു ഷോപ്പിൽ സാധനം കൊണ്ടുവന്ന് കൊടുത്തു. ഇനി അതിൻ്റെ തൊട്ടടുത്തത് ഇവിടെ അടുത്ത് ഒരു ഷോപ്പുണ്ട്, ഒരു ചേട്ടൻ നിൽക്കുന്നത്.
അപ്പോൾ അവിടെ ഈ സാധനം കൊണ്ട് കൊടുക്കണം കേട്ടോ. അത് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. പിന്നെ ബൈക്കിൽ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം കയ്യിലുള്ള എന്താണ് ഓർഡറെല്ലാം തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പം അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴ നനയാതെ പോകണം. ഇന്നത്തെ ദിവസം ഇനി എപ്പോഴും തീരുമെന്ന് ഒരു പിടുത്തമില്ല. ഇനി അടുത്തത് കയ്യിൽ കവറിരിപ്പുണ്ട്. ഇനി അതിന് മൊബൈൽ പാക്ക് ചെയ്തുകൊണ്ട് പോകണം. അല്ലെങ്കിൽ മഴയത്ത് മൊബൈൽ മൊത്തം വെള്ളമാണ്. ഒരു പുള്ളിക്കാരൻ പോകുന്നുണ്ട്. ഇത് നമ്മളിവിടുത്തെ ചേട്ടനാട്ടോ. ആള് ഇതുപോലെ കുറേ ആൾക്കാരാണ്. നമ്മളിപ്പം ചാനൽ കണ്ടിന്യൂ ചെയ്യാതെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. ഞാനേ ഫോട്ടോ എടുക്കട്ടെ, ബൈക്കിനകത്തിരിപ്പുണ്ട്. ഇതാണ് അവസ്ഥ. ഈ മൊബൈൽ ഷോപ്പിലൊക്കെ സാധനങ്ങൾ സമയത്തെത്താതെ കസ്റ്റമറുടെ ചീറ്റ് വിളിക്കില്ല. നിങ്ങളുടെ കസ്റ്റമർക്ക് അറിയണം സാധനങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ റെയിൻകോട്ടിനകത്ത് കയറിയിട്ടോ. ഈ പൂവാണ്. പിന്നെയുള്ള വിശേഷങ്ങളും വിഷ്വൽസും എല്ലാം തന്നെ എൻ്റെ ഈ മൊബൈലിൻ്റെ കവറുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിക്കരുത്. മഴയില്ലെങ്കിൽ നമുക്ക് തകർക്കാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ. സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഈ ബാഗ് എടുത്ത് മുതത്ത് കയറ്റുക, സ്ഥലം വിടുക. എൻ്റെ ഹെൽമെറ്റ് ഇപ്പോൾ സമയം 5:30 ആയിട്ടാ. അതെ, ഇപ്പോൾ കിലോമീറ്റർ എത്തി. മഴയൊന്നുമില്ല. ഞാൻ വന്ന വഴിക്ക് പാതിയൊരു മഴ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് എവിടെയാണ് നമ്മളെ വിതിര കഴിഞ്ഞ് ഏകദേശം പാലോടൊക്കെ എത്തണം സാർ. ഏകദേശം പാലോട് എത്തിയപ്പോഴത്തേക്കും മഴ മാറിയിട്ടോ. പിന്നെ ഇതാണ് ക്ലൈമറ്റ്. വീണ്ടും ഇവിടെ ഇങ്ങനെ അടച്ചുകൂടി നിൽക്കുകയാണ്. ചിലപ്പോൾ ഇനി പറയാൻ പറ്റില്ല, മഴ പെയ്താലും പെയ്യും. ബാക്കിയുള്ള ഷോപ്പുകളിൽ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി പോകുന്ന വഴിക്ക് മേലൊരു ഷോപ്പുണ്ട്. അങ്ങനെ കുറച്ച് അധികം ഷോപ്പുകൾ ഇനിയും കയറാനുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ കയറി മാക്സിമം നേരത്തെ കാലത്തും പരിപാടി എടുക്കണം കേട്ടോ. ഈ റൂട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടൈമിൻ്റെ പരിപാടിയാണ്. ഒരു സെക്കൻഡ് അങ്ങാണ്ട് ചെന്ന് മാറി കഴിഞ്ഞാൽ കസ്റ്റമറോ ആയിരിക്കണമെല്ലാം കഴിയും. ചിലപ്പോൾ കസ്റ്റമർ പോയിന്ന് വരും. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാതെ കേട്ടോ നല്ലത്. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ സമയം രാത്രി 9 മണിയായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി. വണ്ടിയൊക്കെ ഒതുക്കി ബാഗ് കൊണ്ട് വെച്ചു. ഇനി കണക്ക് നോക്കണം. അതിൽ നിന്ന് എൻ്റെ സാലറി മാറ്റണം. പിന്നെ നാളെ സാധനം എടുക്കാനുള്ള പൈസ അത് മാറ്റണം. അവിടെ തന്നെ 3-4 കടകളിൽ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പരിപാടി സീനിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വന്ന വഴിക്ക് പലയിടത്തും മഴ പെയ്യുന്നുണ്ടായിരുന്നു. നാളെ മഴയൊന്നും പെയ്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. റൂട്ടൊക്കെ ഒന്ന് സുഖമായിട്ട് ഓടാൻ പറ്റും. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. പിന്നെ ബൈ. അപ്പം നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.